അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ധാരാളം മഹത്വങ്ങളുണ്ട്. മഹാന്മാര് പഠിപ്പിച്ച 10 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. മഹാനവറുകൾ പറയുന്നു, ഇഹ്ദാഹുന്ന സ്വലാത്തുൽ മലിക്കിൽ ജബ്ബാർ, ജബ്ബാറായ ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിന്റെ സ്വലാത്ത് നമുക്ക് ലഭിക്കാൻ മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് നിമിത്തമാകും. രണ്ടാമത്തെ മഹത്വം ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള ശഫാഅത്ത്. ആ ശഫാഅത്ത് നമുക്ക് ലഭിക്കും ആരാരുമില്ലാത്ത ലോകത്ത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി. വാപ്പ മക്കൾ മാതാപിതാക്കൾ മക്കളെ കാണുമ്പോൾ ഒളിച്ചോടുന്ന ദിവസം, മക്കൾ മാതാപിതാക്കളെ കാണുമ്പോൾ ഒളിച്ചോടുന്ന ദിവസം, ഭാര്യമാര് ഭർത്താക്കന്മാരെ കാണുമ്പോഴും ഭർത്താക്കന്മാര് ഭാര്യമാരെ കാണുമ്പോഴും ഒളിച്ചോടും. ഇങ്ങനെ സഹോദരങ്ങളെ കാണുമ്പോൾ ഒളിച്ചോടി നഫ്സി നഫ്സി, സ്വന്തം ശരീരം ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണം, അതിനുശേഷം മറ്റുള്ളവരുടെ ശഫാഅത്ത്. നാം ഓരോരുത്തരും ചിന്തിക്കണം, മഹ്ശർ അവസ്ഥ വളരെ പ്രയാസമാണ്. മുഅ്മിനീങ്ങളായ ജനങ്ങൾക്ക്, ഹാഫിളീങ്ങൾക്ക്, പണ്ഡിതന്മാർക്ക്, സ്വാലിഹീങ്ങൾക്ക് ശഫാഅത്തിന് അധികാരമുണ്ട്, കുടുംബക്കാരെ രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിലെത്തിക്കാൻ. പക്ഷേ അതെല്ലാം സ്വർഗത്തിലെത്തിയതിന് ശേഷമാണ്. ആ സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് മഹ്ശറ ലോകത്ത് യാതൊരു സഹായവും ഇല്ലാതെ പ്രയാസപ്പെടുമ്പോ ഒരാളും മറ്റൊരാൾ കൺമുമ്പിൽ പെട്ടുപോകരുത് എന്നുള്ള ചിന്തയോടുകൂടെ അവനവന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ നെട്ടോട്ടമോടുന്ന സമയത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കണോ? സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻ ضاعയാ സയ്യിദി ഖൈറൻ നബി. ഈ ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. ശഫാഅത ഹബ്ലനാ, ശഫാഅത്തിനെ ഞങ്ങൾക്ക് നൽകണേ നബിയേ. ഫിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അന്നിൽ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു പോകുന്ന പ്രതീക്ഷിക്കുന്ന ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം. ലനാ ഇൻ ضاعയാ സയ്യിദി ഖൈറൻ നബി. ആ ശഫാഅത്ത് എങ്ങാനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളെ അവസ്ഥ വളരെ ബേജാറാണ്, പ്രയാസമാണ് നബിയേ. ഈ ശഫാഅത്തിന് വേണ്ടിയുള്ള ദുആ വർദ്ധിപ്പിക്കണം. നാം മങ്കൂസ് മൗലിദിൽ ചൊല്ലുന്ന സ്വലാത്താണിത്. ഈ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ചോദിക്കണം. ശഫാഅത്ത് ലഭിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് സ്വലാത്താണ്. മൂന്നാമതായി മഹത്തുക്കൾ പഠിപ്പിച്ചു അൽ ഇഖ്തിദാഉ ബിൽ മലായികത്തിൽ അബ്റാർ. അല്ലാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകൾ, ആ മലക്കുകളുടെ പിൻപറ്റൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുന്ന പ്രവർത്തനം ഞാൻ ചെയ്യുന്നു, അവരോട് പിൻപറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നു, അവരുടെ സ്വലാത്ത് നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ മലക്കുകളോടുള്ള അനുധാവനമുണ്ട്. നാലാമത്തെ പ്രത്യേകത മുഖാലഫത്തുൽ മുനാഫിഖീന വൽ കുഫാർ. കാഫിരീങ്ങളോടും കപട വിശ്വാസികളോടും മുനാഫിക്കീങ്ങളോടുമുള്ള എതിരാവലാണ്. കാരണം മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് സ്വലാത്ത് അധികരിപ്പിക്കാൻ സാധിക്കില്ല. മറ്റൊരു വിഷയം കൂടെ പറഞ്ഞാൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരൊരിക്കലും മുനാഫിക്കീങ്ങളായി മാറുകയുമില്ല. നാം ഒരിക്കലും കപട വിശ്വാസികളായി പോകാൻ പാടില്ല, മുനാഫിക്കീങ്ങളായി പോകാൻ പാടില്ല. നമ്മുടെ ഈമാൻ നിലനിൽക്കണം, അതിനുവേണ്ടി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അഞ്ചാമത്തെ പ്രത്യേകത മഹ്വുൽ ഖതാ വൽ ഔസാർ. ഖതായ വൽ ഔസാർ, നമ്മുടെ ദോഷങ്ങളും വീഴ്ചകളും എല്ലാം മായ്ക്കപ്പെടും, പരിഹരിക്കപ്പെടും, പൊറുക്കപ്പെടും. അല്ലാഹു ഖൽബ് ശുദ്ധിയാക്കും. ആറാമത്തെ പ്രത്യേകത ഖളാഉൽ ഹവായിജ്. നമ്മുടെ ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം പൂർത്തീകരിച്ച് വിട്ടപ്പെടും സ്വലാത്തിന്റെ മഹത്വം കൊണ്ട്. അത് ദുന്യവിയായ ഉദ്ദേശങ്ങളാവാം, ഉഖ്റവിയായ ഉദ്ദേശങ്ങളാവാം, എല്ലാം വീട്ടപ്പെടാനും പരിഹരിക്കപ്പെടാനും സ്വലാത്ത് ചൊല്ലിക്കോളൂ. എന്തെല്ലാം സ്വലാത്തുകളുണ്ട്! നാരിയത്തു സ്വലാത്തുകളുണ്ട്, തിബ്ബു സ്വലാത്തുകളുണ്ട്, അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ. ഏതെല്ലാം പേരിൽ പല സ്വലാത്തുകളും എല്ലാം മുത്തുനബിയുടെ സ്വലാത്തുകളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നത് മുഖേന നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ്. ഏഴാമത്തെ പ്രത്യേകത തൻമീറുൽ ലവാഹിരി വൽ അസ്റാർ. നമ്മുടെ അകവും പുറവും ശുദ്ധിയാവും. നമ്മുടെ
പ്രത്യക്ഷ ഭാഗവും നമ്മുടെ ഹൃദയവും സിറും ശുദ്ധിയാകും, നമ്മുടെ ഖൽബുകൾ ശുദ്ധിയാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ, ചിന്തകൾ ശുദ്ധിയാകും. ഹറാമായ ചിന്ത, തെറ്റായ പ്രവർത്തനം, തെറ്റായ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വലാത്ത് കൊണ്ട് സാധിക്കും. നമ്മുടെ ഈമാൻ തെറ്റിപ്പോകില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ തെറ്റായ വിജയത്തിലേക്ക്, തെറ്റായ വിഷയങ്ങളിലേക്ക് കൈകാര്യം ചെയ്യാൻ പോകില്ല. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹത്വങ്ങളുണ്ട് സ്വലാത്തിന്. അതുപോലെ എട്ടാമതായി മഹത്തുക്കൾ പഠിപ്പിച്ചു അന്നജാതു മിൻ അദാബി ദാരിൽ ബവാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബാകുന്ന നരകക്കുണ്ടിൽ നിന്നുള്ള രക്ഷയാണ് സ്വലാത്ത് അധികരിപ്പിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് കടത്തില്ല, അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. ഈമാനോടെ മരിക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും വലിയ മഹത്തായ മരുന്നാണ് സ്വലാത്ത്. ആ രൂപത്തിൽ കണ്ടുകൊണ്ട് വർദ്ധിപ്പിക്കണം. ഒമ്പതാമത്തെ പ്രത്യേകത ദുഖൂലു ദാരിർ റഹ്മത്തി വൽ ഖറാർ, എന്നെന്നും നിലനിൽക്കുന്ന പരിശുദ്ധമായ സ്വർഗം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകം, തിരിച്ചു വരാനില്ലാത്ത, മരണമില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, ടെൻഷനുകളില്ലാത്ത, അപകടങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, യാതൊരു ചിന്തയും പ്രയാസങ്ങളുമില്ലാത്ത വളരെ സ്വർഗീയം സുഖിക്കാൻ വേണ്ടി മാത്രം അള്ളാഹു തയ്യാറ് ചെയ്യപ്പെട്ട സ്വർഗം. ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും സലാത്തിന്റെ വർധനവിലൂടെ. പത്താമത്തെ പ്രത്യേകത സലാമുൽ മലിക്കിൽ ഗഫാർ, ഗഫാറായ അള്ളാഹുവിന്റെ സലാമാണ്, അള്ളാഹുവിന്റെ രക്ഷയാണ്. സലാത്ത് അധികരിപ്പിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ രക്ഷയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ രക്ഷ അവർക്ക് ലഭിക്കും. അള്ളാഹുവിന്റെ രക്ഷ പ്രത്യേകിച്ച് ആഖിറ ലോകത്താണ്. ആഖിറ ലോകത്താണ്. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ പ്രവേശിക്കണം. മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. അതിന് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് അവർകൾ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.